ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിൻ്റെ പരിശീലക സ്ഥാനത്തേക്ക് അപേക്ഷിക്കാനുള്ള സമയം ഇന്നലെ അവസാനിച്ചിരുന്നു. പ്രമുഖ വിദേശ പരിശീലകർ ഒന്നും അപേക്ഷിച്ചിട്ടില്ല എന്നാണ് ഇപ്പോൾ പുറത്തു കിട്ടുന്ന വിവരം. ഇന്ത്യൻ മുൻ താരം ഗൗതം ഗംഭീർ അപേക്ഷിച്ചോ എന്ന കാര്യത്തിൽ ഇപ്പോഴും വ്യക്തതയില്ല. വിവരങ്ങളുമായി സ്പോർട്സ് ഡെസ്കിൽ നിന്ന് അനിൽ വാസുദേവ് തത്സമയ മോർണിംഗ് ഷോയിൽ. ഗുഡ് മോർണിംഗ് അനിൽ വാസുദേവ്. ചെപ്പോക്ക് സ്റ്റേഡിയത്തിലെ കളിയൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? തകർത്തോ അവിടെയൊക്കെ? മത്സരം മികച്ച തന്നെയായിരുന്നു. ഒരുപക്ഷെ ഏകപക്ഷീയമായി പോയി എന്നുള്ളൊരു അഭിപ്രായമാണ് അന്നത്തെ കാണികളൊക്കെ തന്നെ പറഞ്ഞത്. എന്തായാലും ക്വാളിഫയർ രണ്ടും ഫൈനലും അതിഗംഭീരമായി തന്നെ നമുക്ക് പ്രേക്ഷകരിൽ എത്തിക്കാൻ, അവിടുന്ന് നേരിട്ട് പ്രേക്ഷകരിൽ എത്തിക്കാൻ സാധിച്ചു എന്നുള്ള വിശ്വാസം. ഇല്ല, അതിന് അവസരം കിട്ടിയില്ല. നോക്കിയ പറഞ്ഞതുപോലെ SKN പറഞ്ഞതുപോലെ ചെന്ന് നോക്കി, പക്ഷെ ആ സമയത്ത് അത് അടച്ചു കിടക്കുന്നു. ഇപ്പോൾ പരിഹാരം നമ്മുടെ ഇന്ത്യൻ കോഫി ഹൗസിൽ പോയി ഒരു മസാല ദോശ കഴിച്ചോളൂ. ഇനി വാർത്തകളിലേക്ക്. തീർച്ചയായിട്ടും. ഇപ്പോൾ നമ്മുടെ ഇന്നലെയായിരുന്നു ഇന്ത്യൻ പരിശീലക സ്ഥാനത്തേക്ക് അപേക്ഷിക്കാനുള്ള അവസാന ദിനം ഉണ്ടായിരുന്നത്. 27 ആ ഡെഡ് ലൈൻ ഉണ്ടായിരുന്നത്. പക്ഷേ പ്രമുഖ വിദേശ പരിശീലകർ ഒന്നും തന്നെ അപേക്ഷിച്ചിട്ടില്ല എന്നുള്ള വിവരമാണ് ഇപ്പോൾ പല ദേശീയ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നത്. കാരണം അതിനു മുമ്പ് തന്നെ റിക്കി പോണ്ടിങ്ങും അടക്കമുള്ളവർ വ്യക്തമാക്കിയിരുന്നു, ഒരുപാട് കാലം ഇന്ത്യൻ ടീമിനോടൊപ്പം 10 മാസത്തോളം ഒരുപക്ഷെ ഒരു വർഷത്തിൽ ചെലവഴിക്കാൻ ആരും തന്നെ താല്പര്യപ്പെടുന്നില്ല. അതുപോലെ തന്നെ ഇന്ത്യൻ ക്രിക്കറ്റിലെ പൊളിറ്റിക്സും പലർക്കും പ്രശ്നമായിരുന്നു. ഇക്കാര്യമാണ് ജസ്റ്റിൻ ലാംഗർ അടക്കമുള്ള ആളുകൾ ഉയർത്തിക്കാട്ടിയത്. അപ്പോൾ ഈ പരിശീലക സ്ഥാനത്തേക്ക് ഒരുപക്ഷെ ലോക ക്രിക്കറ്റിലെ തന്നെ ഏറ്റവും ഫേവറേറ്റുകളായ ഒരു ടീമിൻ്റെ പരിശീലകനാവുക എന്നുള്ള ആ സ്ഥാനത്തേക്ക് പല പ്രമുഖരും വരുന്നില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നത്. ഇന്ത്യൻ താരങ്ങളിൽ ഏറ്റവും ഉയർന്നു കേട്ട പേര് ഉണ്ടായിരുന്നത് മുൻ ഇന്ത്യൻ താരമായിട്ടുള്ള ഗൗതം ഗംഭീറിൻ്റെ ആയിരുന്നു. പക്ഷേ ഗൗതം ഗംഭീറും അപേക്ഷിച്ചു എന്ന കാര്യത്തിൽ ഒരു സംശയം പലരും പങ്കുവെക്കുന്നുണ്ട്. കാരണം ഗംഭീർ വെച്ച ഉപാധി ഉണ്ടായിരുന്നത് തനിക്ക് ആ സ്ഥാനം തരുകയാണെങ്കിൽ മാത്രമാണ് അപേക്ഷിക്കുന്നുള്ളൂ, അല്ലാതെ ഒരു നേരം പോക്കിന് അപേക്ഷിക്കില്ല എന്ന തരത്തിലായിരുന്നു അദ്ദേഹം പങ്കുവച്ചത്. ഒപ്പം തന്നെ കഴിഞ്ഞ ദിവസമാണ് അദ്ദേഹം KKRനെ കിരീടത്തിലേക്ക് നയിച്ചത്, IPL കിരീടത്തിലേക്ക് നയിച്ചത്. അപ്പോൾ തന്നെ ഷാറൂഖ് അടക്കമുള്ളവർ KKRനൊപ്പം തുടരണമെന്നാവശ്യപ്പെട്ട് അദ്ദേഹത്തിന് മുന്നിൽ ചെന്നിരുന്നു എന്നുള്ള വാർത്തകളും ഉണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹം KKRനൊപ്പം തുടരുമോ അതോ ഇന്ത്യൻ ടീമിൻ്റെ പരിശീലക സ്ഥാനത്തേക്ക് വരുമോ എന്ന കാര്യത്തിലും സംശയം തുടരുകയാണ് ഇന്ത്യൻ ടീം. പിന്നെ ഒരു കാര്യത്തിൽ സംശയം ഇല്ലെങ്കിൽ BCCI ഇക്കാര്യത്തിൽ ഒരു തിടുക്കം വേണ്ട എന്ന നിലപാടിലെന്നാണ് ഇപ്പോൾ ഏറ്റവും പുതുതായി പുറത്തു വരുന്ന വിവരം. ഇന്ത്യക്ക് ഈ 2020 ലോകകപ്പ് കഴിഞ്ഞ ഉടനെ അത്ര പ്രസക്തമല്ലാത്ത 2 പരമ്പരകളാണ്. ശ്രീലങ്കയ്ക്കും ഒക്കെ തന്നെ എതിരെ, സിംബാബ്വേക്കും എതിരെയുള്ള പരമ്പരകളാണ്. അതുകൊണ്ട് ആ പരമ്പരയിലേക്ക് ദേശീയ ക്രിക്കറ്റ് അക്കാദമിയിലെ ഏതെങ്കിലും സീനിയർ പരിശീലകനെ കൂടെ അയച്ചാൽ മതി. അതിനുശേഷം കൃത്യമായ പദ്ധതിയോടുകൂടി അല്ലെങ്കിൽ കൂടുതൽ ചർച്ചകൾക്ക് ശേഷം മാത്രം മതി ഒരു കോച്ചിൻ്റെ കാര്യത്തിൽ തീരുമാനമെന്ന നിലപാടിലാണ് BCCI എന്നാണ് പുറത്തു വരുന്ന വിവരം. ഒരുപക്ഷെ ഇൻ്റർവ്യൂ അടക്കമുള്ള കാര്യങ്ങളൊക്കെ തന്നെ നടക്കേണ്ടിയിരിക്കുന്നു ഈ അപേക്ഷിച്ച ആളുകളിൽ നിന്ന്. ഗൗതം ഗംഭീറിലേക്ക് തന്നെയാണ് പേരുകളൊക്കെ തന്നെ അല്ലെങ്കിൽ ഏറ്റവും സാധ്യതകളൊക്കെ തന്നെ ചുരുങ്ങുന്നത്. പക്ഷേ ഗംഭീറിൻ്റെ നിലപാട് KKRൽ തുടരാനാണോ അതോ ഇന്ത്യൻ പരിശീലക സ്ഥാനത്തേക്ക് എന്ന ത്തിലാണ് ഇനി നമ്മളെല്ലാവരും ആകാംക്ഷയോടെ ഇരിക്കുന്നത്. ഇന്ത്യക്ക് വരും കാലത്ത് വലിയ ടൂർണമെൻറ്റുകളുണ്ട്, പ്രത്യേകിച്ച് അടുത്ത വർഷം നടക്കുന്ന വേൾഡ് ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് അടക്കം. അപ്പോൾ ഇന്ത്യക്കൊരു മികച്ച കോച്ചിനെ തന്നെ അനിവാര്യമാണ്. SKN. ഓക്കെ, താങ്ക് യു. നമുക്കൊപ്പം ചേർന്നത് അനിൽ വാസുദേവാണ്. വിധി ദിനത്തിൽ 24 മാജിക് ജൂൺ 4 ചൊവ്വാഴ്ച രാവിലെ 5 മണി മുതൽ 24-ൽ.